പുനലൂർ ഭദ്രാസനത്തിൻ്റെ ട്രഷറർ ബഹുമാന്യനായിട്ടുള്ള ജോർജ് പണിക്കർ സാർ ഈ അവസരത്തിൽ ആശംസ നേരുന്നതാണ്. ഇത്രയും സ്നേഹമുള്ള ഇടവക വികാരി ഗീവർഗീസ് തോമസ് അച്ഛൻ, വികാരി ജനറൽ ഡോക്ടർ ജയൻ തോമസ് അച്ഛൻ, നയനാൻ ജേക്കബ് അച്ഛൻ, പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ, ഇടവക ചുമതലക്കാരെ, ആദരവ് ഏറ്റുവാങ്ങാനായി കടന്നു വന്നിരിക്കുന്നവരെ, ഗായക സംഘം, ഇടവക സംഘ അംഗങ്ങളെ, ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വന്ദനം. അതായത് ഞാൻ ഇതിൻ്റെ ഈ പള്ളിയുടെ ചരിത്രം ഇപ്പം എന്നെ അച്ഛനോട് ക്ഷണിച്ചു, ഇങ്ങനെ സെക്രട്ടറി അല്ല പിന്നെ ട്രഷറർ നിലയിൽ ഒരു ആശംസ പറയണം, ഡയോസിസിനെ പ്രതികരിച്ച്, ഭദ്രാസനത്തെ പ്രതികരിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിതിൻ്റെ ചരിത്രം നോക്കുമ്പോൾ 161, ഞാൻ ശരിക്കും അങ്ങ് ഞെട്ടിപ്പോയി. കാരണം 161 വർഷം പഴക്കമെന്ന് പറയുമ്പോൾ അത് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്താണ് വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ എനിക്കുള്ള ചിന്താമണ്ഡലം. കാരണം അനേകം പള്ളികളിൽ പോവുകയും പലയിടത്തുള്ള ചരിത്രങ്ങൾ മനസ്സിലാക്കുകയും ചെയ്ത ആളെന്ന നിലയിൽ ഇവിടെ പക്ഷേ ഈ 161 എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഞാനത് നോക്കിയപ്പോഴാണ് ഇന്നിപ്പോൾ കേട്ട കാര്യങ്ങളെല്ലാം തന്നെ ഗൂഗിളിനകത്തുണ്ട്, സകല ചരിത്രങ്ങളിലും ഉണ്ട് ഈ പള്ളിയുടെ ചരിത്രം 161. ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ മനസ്സിലൂടെ പോയത്, കൂടുതൽ പ്രസംഗിക്കൊന്നുമില്ല കേട്ടോ, കാരണം ഒരു ഏതാനും മിനിറ്റോട് തീർത്തേക്കാം. കാരണം ഇനി ഒത്തിരി പരിപാടികൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ ഇനി നമ്മളില്ല ഉണ്ണുന്ന കള്ളൻ അറിഞ്ഞില്ലെങ്കിലും വിളമ്പുന്ന കള്ളി അറിയണമെന്നൊരു ചൊല്ലുണ്ട്. അതുകൊണ്ട് ഇനി അതിനകത്ത് ഒന്നും ചെയ്യില്ല, വെറും 2-3 മിനിറ്റ് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തിയേക്കാം. ഞാൻ ഇവിടുന്നുണ്ട് ആ ഇത്രയും വർഷം മുമ്പ്, ഈ 161 കൊല്ലം മുമ്പ് ഇവിടെ ഈ കട്ടയും മണലും അല്ലെങ്കിൽ മറ്റേ ഈ പുല്ലുമൊക്കെ മേഞ്ഞ് ഇവിടെ വന്നിരുന്ന പൂർവ്വപിതാക്കന്മാർ ഈ കുന്നിൻ്റെ മുകളിൽ വന്നിരുന്ന് അവരിവിടെ കിടന്നുറങ്ങി, വല്ല കപ്പ പുഴുങ്ങി, വല്ല കട്ടൻ കാപ്പിയിട്ട് കുടിച്ചുകൊണ്ട് ഇവിടെ കിടന്ന് ആരാധിച്ച ഒരു ചരിത്രം ആ ദേവാലയത്തിൽ ഇന്ന് നമുക്കിങ്ങനെ ഇരിക്കുവാൻ, ഞാൻ ഇവിടെ മുഴുവൻ നോക്കി എനിക്ക് എൻ്റെ മനസ്സിലൂടെ അത് വളരെയധികം കടന്നുപോയി. ബഹുമാനപ്പെട്ട ജയൻ തോമസ് അച്ഛൻ വളരെ ഭംഗിയായി ഈ യെരുശലേമിൻ്റെ അർത്ഥത്തെക്കുറിച്ചും ഇതിന് പേര് വീഴാനുണ്ടായ കാരണത്തെക്കുറിച്ചൊക്കെ അച്ഛൻ നന്നായിട്ട് സംസാരിച്ചു. അപ്പോൾ ഞാനപ്പോൾ പിന്നെ എൻ്റെ മനസ്സിൽ പോയൊരു ചിന്ത, ആനയ്ക്ക് ആനയുടെ ബലം അറിയില്ല, അതിന് 2 ചെറിയ കണ്ണേ കൊടുത്തിട്ടുള്ളൂ. ഞാൻ പറയാൻ കാരണം, ഇത്രയും വീട്ടുകാരുള്ള, ഇത്രയും വലിയ പ്രൗഢിയുള്ള, ആഠ്യത്വമുള്ള, അല്ലെങ്കിൽ ഇത്രയും ശേഷിയുള്ള നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളിങ്ങനെ കൊച്ചു കണ്ണും വെച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ അയ്യോ ഞങ്ങളും പാവങ്ങളാണ്, ഞങ്ങൾക്ക് നിവൃത്തിയില്ലേ നമ്മൾ ഇങ്ങനെ ഇവിടെ അങ്ങ് ഒതുങ്ങി കൂടുകയാണ്. ഈ ഭദ്രാസനത്തിൽ അല്ലെങ്കിൽ മാർത്തോമാ സഭയ്ക്ക് അഭിമാനിക്കാവുന്ന ഇത്രയും ചരിത്ര പാരമ്പര്യമുള്ള 161 വർഷത്തെ പാരമ്പര്യം എന്ന് പറയുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ നിങ്ങളത് ഇങ്ങനെ ഇരുന്നാൽ പോരാ. ഡയോസിസിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾ കുറച്ചുകൂടെ ഉണർന്നേ പറ്റത്തുള്ളൂ. മുമ്പോട്ട് വരണം, കുറേ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കണം, വല്ല മിഷൻ ഫീൽഡിലൊക്കെ സ്പോൺസർ ചെയ്യണം. കാരണം സാധിക്കും, നമ്മൾ യാതൊരു കുഴപ്പമില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ, ഈ യെരുശലേം, ഈ 161 കൊല്ലത്തെ ചരിത്രം ഈ രീതിയിൽ എല്ലായിടവും ചർച്ച ചെയ്യപ്പെടണം, മുമ്പോട്ട് പോകണം. അതിന് നിങ്ങളെ, അതായത് നിങ്ങൾ 2-3 തലമുറയായവരാണ് നിങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ അതിന് ദൈവം തമ്പുരാനടുത്ത് ഉപയോഗിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ച് ആരംഭിച്ചാൽ മതി. അതിന് തക്ക നേതൃത്വം ഇപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ഗീവർഗീസ് തോമസ് അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കാരണം എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചതാണ്, പക്ഷേ അച്ഛനെ സംബന്ധിച്ച് ഏത് കാര്യത്തിനെ കൊണ്ട് ഏൽപ്പിച്ചോ അതിന് ഇത്രയും ഡെഡിക്കേറ്റഡായിട്ട് സർവീസ് ചെയ്യുന്ന ഒരാൾ വളരെ കുറവാണ്. കാരണം ചെറിയ 2 കൊച്ചു പള്ളിയാണ് ഇപ്പോൾ ഈ ഡയോസിസിൻ്റെ ട്രാൻസ്ഫർ അനുസരിച്ച് വന്നപ്പോൾ കിട്ടിയത് കഴിഞ്ഞ വർഷം. സ്വന്തം ഇടവകയും അതിനോട് ചേർന്നൊരു കൊച്ചു പള്ളിയും. 1 കൊല്ലമേ അവിടെ ഇരിക്കേണ്ട വന്നുള്ളൂ. അതിൽ 5 മാസം കൊണ്ട് ഒരാളെ കണ്ടെത്തി 10 സെൻറ്റ് വസ്തു സ്പോൺസർ ചെയ്യിച്ച് അതിനകത്ത് 5 മാസം കൊണ്ട് അടിപൊളി ഒരു പാഴ്സണേജ് പണിത് അതിൽ ഒരു മാസം താമസിച്ചു. അപ്പോഴത്തേക്ക് ട്രാൻസ്ഫറായി നിങ്ങളുടെ ഇടവിലേക്ക് കടന്നു വന്നത്. അത്രയ്ക്കും നിമിഷ നേരം കൊണ്ട് ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി ഓടി നടന്ന് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരാളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്, ഞങ്ങൾ കാണുന്നത് ഗീവർഗീസ് തോമസ് അച്ഛനെ. അന്നേരം നിങ്ങൾ എന്തെങ്കിലും ആരംഭിച്ചാൽ, നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ തീർച്ചയായിട്ടും നടപ്പിലാക്കാൻ കഴിവുള്ള നേതൃത്വമാണ്. ഇപ്പോൾ എന്നിട്ട് നോക്കിയേ, ഏറ്റവും നല്ല ആഠ്യത്വമുള്ള, അതും കൂടെ ചേർത്ത് പറയാനായി വന്നത് 161 കൊല്ലം പഴക്കമുള്ള ഈ പള്ളിയിലിരുന്ന് റിട്ടയർ ചെയ്യുവാനും അച്ഛൻ അവസരം വരുന്നു. അപ്പോൾ നോക്കിയാൽ ചെയ്ത സർവീസ് 35 കൊല്ലം മുമ്പ് എവിടെയാ, ഗൂഡല്ലൂരിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ, അവിടെ മനുഷ്യവാസങ്ങൾ കുറവായിരുന്നു. എന്നിട്ട് അവിടെ പോയി സർവീസ് ചെയ്തിട്ട് ഇവിടെ വന്ന് ഇത്രയും റോയലായിട്ടുള്ള ഒരു പള്ളിയിൽ
ഇത്രയും ആഠ്യത്വമുള്ള, ഇത്രയും പാരമ്പര്യമുള്ള ഒരു പള്ളിയിലിരുന്ന് റിട്ടയർ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അച്ഛന് ചെറിയ പള്ളിയാകാം. വെറും 50ഉം 20ഉം വീടുള്ള പള്ളിയാണ് അച്ഛന് കിട്ടിയത്. അവിടെ നിറഞ്ഞ മനസ്സോടെ പ്രവർത്തിച്ചു. അപ്പോൾ അധികത്തിൽ ദൈവം വിശ്വസ്തനാക്കി ഈ പള്ളിയിലിരുന്ന് റിട്ടയർ ചെയ്യാനുള്ള അവസരം കൊടുത്തു. ഇതൊക്കെ ഞാൻ എൻ്റെ മനസ്സിലൂടെ പോയ കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കുറേ കൂടെ ഉണർന്ന് പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ. കാരണം പൂർവ്വ പിതാക്കന്മാരോട് നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്. കാരണം അവരുടെ കണ്ണുനീരും അവരുടെ അധ്വാനവും അവരുടെ വിയർപ്പും ഇവിടെയുണ്ട്, ആ ഗന്ധം ഇവിടെയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവരോട് ചെയ്യേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവരോട് കാണിക്കേണ്ട, നമ്മുടെ പൂർവ്വപിതാക്കന്മാരാണ് അവരോട് നിങ്ങൾ കുറേ കൂടെ നമ്മുടെ ഭൗതികമായും ആത്മീയമായും ഉള്ള ഗോളത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് ഒരുക്കി തരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ രീതിയിൽ നിങ്ങളെ ഓരോരുത്തരെയും എടുത്ത് ഉപയോഗിക്കാണ്. കാരണം ഈ സമ്പത്ത്, ഈ ബാങ്കിലിരുന്ന് പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ, ബാങ്കിൻ്റെ ഒരു ഏരിയ മാനേജറായിട്ട് റിട്ടയർ ചെയ്ത ഒരു മനുഷ്യനെന്ന നിലയിൽ ഈ സമ്പത്ത് വെറുതെ ഒന്നും കൂട്ടി വയ്ക്കല്ലേ കേട്ടോ. സമ്പത്ത് എത്ര കൂട്ടി വെച്ചിട്ടുണ്ടോ, എവിടെ കൂട്ടി വെച്ചിട്ടുണ്ടോ, നേരെ ചൊവ്വേ വെള്ളം കിട്ടിയിട്ട് ഉറങ്ങിയിട്ടില്ല, മരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അനേകം, അതായത് കോടിക്കണക്കിന് രൂപ ബാലൻസ് ഉള്ള അനേകരുടെ ജീവിതം ഞാൻ പഠിച്ചിട്ടുള്ള ആളാണ്. വരും, 2 പേരൂടെ വരും ഇങ്ങോട്ട്. ഭാര്യയും ഭർത്താവൂടെ വരും. ഭർത്താവൂടെ വന്നിട്ട് 2 പേരോട് ഇരിക്കും, ഡെപ്പോസിറ്റാണ്. എന്നിട്ട് പറയും ഭാര്യ അങ്ങോട്ട് ഇറങ്ങിയിരിക്കാൻ പറയും, അല്ലെങ്കിൽ ഭർത്താവ് അങ്ങോട്ട് ഇറങ്ങി പുറത്തോട്ട് പോയിട്ട് ഭാര്യ അവിടെ ഇരുന്നുകൊണ്ട് പറയും, അതെ നോമിനേഷൻ അതിയാൻ്റെ പേര് വെക്കണ്ട, ഞാൻ പറയും. രഹസ്യമായിട്ടാണ് പറയുന്നത്. ചിലപ്പോൾ ഒറ്റയ്ക്കാണ് വരുന്നത്, അല്ല 2 പേരോട് ഒന്നിച്ച് വന്നാൽ ഇങ്ങനെയാണ് പറയുന്നത്. ഭർത്താവും അതുപോലെ തിരിച്ചാ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രായം ചെല്ലും തോറും ഈർഷ്യയും പ്രശ്നവും പിണക്കങ്ങളും കൂടിയിട്ട് കുടുംബത്തിന് സ്വസ്ഥതയില്ല, സമ്പത്ത് കൂടിപ്പോയി. അവിടെയാണ് ഇന്ന് ഇപ്പോൾ വേറൊന്നുകൂടെ ഞാൻ ശ്രദ്ധിച്ചത്, നിങ്ങളിപ്പോൾ 2 വീട് വെച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ തീത്തൂസ് തിരുമേനി, അദ്ദേഹത്തിൻ്റെ പേരിൽ വേറെ ഒരു പ്രസ്ഥാനവും അദ്ദേഹം ആഗ്രഹിച്ചില്ല. അങ്ങനെയുള്ള ഒരു നേതൃത്വം ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. എൻ്റെ ഡയോസിസിൽ 5 കൊല്ലം കൊണ്ട് ഭവനമില്ലാത്തവരായി ആരും ഉണ്ടാകരുത്. ഇപ്പം 10 വീട് പൂർത്തിയാകുന്നു. 5 വീടിൻ്റെ കല്ല് മെനങ്ങാന്ന് വാഴ്ത്തി കൊടുത്തു. കല്ല് അരമനയിൽ വിളിച്ച് കല്ല് വാഴ്ത്തി കൊടുത്തു അച്ഛന്മാരിലൂടെ. ആ രീതിയിലുള്ള പ്രവർത്തനമാണ് തിരുമേനി ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒറ്റയാൾ പോലും കിടന്നുറങ്ങുവാൻ നിവൃത്തിയില്ലാതെ ഭവനങ്ങൾ നമ്മുടെ ഇതിലുണ്ടാകരുത്. അങ്ങനെയുള്ള ഒരു മാർത്തോമക്കാരൻ ഉണ്ടാകരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി ഒരു വീടിന് 5 ലക്ഷം രൂപ വെച്ച് കൊടുക്കുകയാണ്. ബാക്കിയുള്ള ചില്ലറ നിങ്ങൾ ഒപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ 3 ലക്ഷം വെച്ച് ചിലവാക്കി 2 വീട് ചെയ്യുന്നതായിട്ട് ഞാൻ റിപ്പോർട്ട് ഞാൻ കേട്ടു. ഇനിയും നിങ്ങളുടെ ഇടവകളിൽ വീടുകളുണ്ട്. അങ്ങനെയുള്ള വീട് കണ്ടെത്തി അവനോട് അച്ഛനെയും കൊണ്ട് 2 സെൻറ്റ് വസ്തു സ്വന്തമായിട്ടുണ്ട് എങ്കിൽ, പൊളിഞ്ഞ വീടാകാം, അല്ലെങ്കിൽ വീട് ഇല്ലാത്തതാകാം, അങ്ങനെയുള്ള ഭവനങ്ങൾ കണ്ടെത്തി നിങ്ങൾ എത്ര പേർക്ക് അപേക്ഷ തന്നോ 5 ലക്ഷം രൂപ വെച്ച് ഡയോസിസിന് തരുന്നതിന് ഞാൻ അതിന് വാക്ക് തരുന്നു. അതുകൊണ്ട് അത് കണ്ടെത്തണം. നിങ്ങളുടെ അയൽവക്കങ്ങളിൽ നിങ്ങളുടെ അടുത്ത് വിഷമം അനുഭവിക്കുന്നവരുണ്ട്. ഇനി ഒന്നുകൂടെ ഞാൻ പറഞ്ഞോട്ടെ, ഈ ഭവനങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇന്ന് അന്യം നിന്ന് പോയ പ്രാർത്ഥന നമുക്ക് അവിടെ കേൾക്കാം. വൈകിട്ട് സന്ധ്യയ്ക്ക് ചെന്ന് അതിൻ്റെ പരിസരത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഇങ്ങനെയുള്ള കൊച്ചു കുടിലാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് ഒരു പാട്ട് കേട്ടിരിക്കും, ആരാധന കേട്ടിരിക്കും. നമ്മുടെ പല ഭവനങ്ങളിൽ നിന്നും അത് ഇല്ലാതെ പോയിരിക്കുന്നു. അതിനുദാഹരണം ഒരു സുവിശേഷൻ ഒരിക്കൽ അതോടൊന്ന് പറഞ്ഞോട്ടെ. ഒരു സുവിശേഷൻ ഒരു തെരുവിലൂടെ നടന്നു പോകുന്ന വഴിക്ക് ഒരു ചെറ്റ കുടിലെന്ന് പറയാൻ ഒന്നുമില്ല, അവിടെ ഇരുന്നുകൊണ്ട് മനോഹരമായി ക്രിസ്തീയ ഗാനം കേൾക്കുന്നു. ഇദ്ദേഹം കൂടെ അദ്ദേഹത്തോടൊപ്പം അവരോടൊപ്പം കയറിയിരുന്നു. ആ പ്രാർത്ഥന കഴിഞ്ഞു. 7 വയസ്സും 5 വയസ്സുമുള്ള 2 കുട്ടികൾ, ഒരാണും പെണ്ണും, അവരിരുന്ന് പാടി. അത് അമ്മയും കൂടെ ഉണ്ട് എന്ന് പാടി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ, നിങ്ങൾക്കൊരു വീടൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞ, ആ 7 വയസ്സുള്ള പെൺകുട്ടി പറഞ്ഞ മറുപടിയാണ് അത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. സാർ, ഞങ്ങൾക്ക് വീടില്ല സാർ, പക്ഷേ ഞങ്ങൾക്കൊരു ഹോമുണ്ട്, ഞങ്ങൾക്കൊരു ഭവനമുണ്ട്. ഞങ്ങൾക്ക് വീടില്ല, പക്ഷേ ഞങ്ങൾക്ക് ഭവനമുണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? പലപ്പോഴും നമുക്കിന്ന് പറ്റിയേക്കുന്നത് എന്താണ്? നമുക്ക് വീടുണ്ട്, 2 നിലയുണ്ട്, 3 നിലയുടെ വീടുണ്ട്, കൊട്ടാരങ്ങളുണ്ട്, പക്ഷേ ഹോമില്ല, അതായത് ഭവനമില്ല. അപ്പനും അമ്മയും കുഞ്ഞുങ്ങളോട് സ്നേഹിച്ച് പ്രാർത്ഥിച്ച് വളരുന്ന കുടുംബം നമുക്കില്ല. അതാണ് ഇന്ന് ക്രിസ്തീയ സഭയ്ക്ക് പറ്റിയിരിക്കുന്ന ഒരു മൂല്യച്യുതി. അതുകൊണ്ട് ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ഈ ഇങ്ങനെയുള്ള കുടിലുകൾ കണ്ടെത്തി ആ കുടിലുകളിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അവിടെ ഒരു പാട്ട് കേട്ടിരിക്കും, ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ കണ്ടെത്തി നിങ്ങൾ അവരോടൊപ്പം ചേർന്ന് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുവാനുള്ള ഒരു മനസ്സൂടെ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണം. അതാണ് നമ്മൾ 161 വർഷം പാരമ്പര്യമുള്ള നമുക്ക് ചെയ്യുവാനുള്ളത്. പിന്നീട് രണ്ടാമത് ഒന്നുകൂടെ പറയട്ടെ, ഈ കുഞ്ഞുങ്ങൾ തീത്തോസ് സിനിമയിൽ എടുത്തിരിക്കുന്ന രണ്ടാമത്തെ വാക്ക് ഇതാണ്. ഈ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ സ്വത്തല്ല കേട്ടോ.
നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എടുത്തും ഭയങ്കരമായിട്ട് താലോലിച്ച് പല രീതിയിൽ വളർത്തുന്നു. പക്ഷേ അത് നിങ്ങളുടെ സ്വത്തല്ല, അത് ദൈവം തന്നാണ്, ദൈവത്തിൻ്റെ സ്വത്താണ്. ഈ കുഞ്ഞിനെ പരിപാലിച്ച് നല്ല രീതിയിൽ വളർത്തി കൊണ്ടുപോകാനുള്ള ചുമതലയാണ് നിങ്ങളെ പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ, പണ്ട് കാലത്ത് എങ്ങനെയാണ്, ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളില്ല. ഇന്നിപ്പോൾ കണ്ട മനോഹരമായിട്ട് ആ കുഞ്ഞുങ്ങൾ വന്ന് ആക്ഷൻ എടുത്തു, അത്രയും പാട്ട് പാടി അവരെ ട്രെയിൻ ചെയ്യിച്ചതുകൊണ്ടാണ്. ഇതുപോലെ കുഞ്ഞുങ്ങൾ ഈ ഭവനം ഉണ്ട്. പലപ്പോഴും പേരൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവന്ന് മെനക്കെട്ട് നിർത്തിപ്പോകാൻ സമയമില്ല. സമയം കണ്ടെത്തണം. ഈ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ കൊണ്ടുവരണം. നാളത്തെ തലമുറ, നാളെ യുവജന സഖ്യത്തിലും കൊയറിലും പള്ളിയുടെ ചുമതലയിലും ഒക്കെ ആൾ വരണമെന്നുണ്ടെങ്കിൽ ഈ സൺഡേ സ്കൂൾ പഠിച്ച കുഞ്ഞുങ്ങളെ വരത്തുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത്, എനിക്കിപ്പോൾ ഇത് 2 കാര്യം മാത്രമേ ഉള്ളൂ പറയാനുള്ളൂ, ഞാൻ നിർത്തുകയാണ്. ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവരിക, നിങ്ങൾ ഇത്തിരി ബുദ്ധിമുട്ടിയേ പറ്റൂ. പണ്ട് ഒന്നുമില്ലാതെ തോളത്തെടുത്തിട്ട് കൊണ്ടുവന്ന് വളർത്തിയവരുടെ സന്താനങ്ങളാണ് ഈ ഇരിക്കുന്നത്. അതേ രീതിയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് സൺഡേ സ്കൂൾ പഠിപ്പിക്കുവാനായിട്ട് അല്പം മെനക്കെട്ടാൽ ഭാവിയിൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല. ഈ 2 കാര്യങ്ങൾ, ഈ ഭവനമില്ലാത്തവരെ കണ്ടെത്തി അവർക്ക് വേണ്ടി അവരോടൊപ്പം ചേർന്ന് ഭവനം നിർമ്മിച്ചു കൊടുക്കാനും, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെയും ഈ പള്ളിയിൽ കൊണ്ടുവന്ന് പള്ളിയാരാധനയെ സംബന്ധിപ്പിച്ച് സൺഡേ സ്കൂൾ പഠിപ്പിക്കുവാനായിട്ടും നിങ്ങൾ ഓരോരുത്തരും, ആരെങ്കിലും നിങ്ങളുടെ അയൽവക്കത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തി കൊണ്ടുവന്ന് ചെയ്യിക്കാനുള്ള ചുമതല നിങ്ങൾ ഏറ്റെടുക്കണം. അടുത്ത ഈ 161 വർഷം പാരമ്പര്യമുള്ള നമ്മുടെ പള്ളിയിൽ ആ കാര്യങ്ങളിൽ തീർത്ത് കൽപ്പിക്കണം. ഭവനോട് അച്ഛൻ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അച്ഛൻ ചെയ്തു തരുന്നതാണ്. അടുത്ത ഇടവക കൺവെൻഷൻ വരികയാണ്. തിരുമേനി പറഞ്ഞിട്ടുണ്ട് എല്ലായിടവും നിങ്ങൾ മാക്സിമം ആളുകൾ കൺവെൻഷന് വന്ന് പങ്കെടുക്കണം. അതിനുവേണ്ട അതിൻ്റെ കാറ്ററിങ് ഈ വർഷം ലാസ്റ്റ്, അതായത് പിരിഞ്ഞു പോകുമ്പോൾ ഭക്ഷണം കഴിച്ച് പോകണമെന്നുള്ളൊരു ആഗ്രഹം വെച്ചിട്ട് വലിയൊരു ബാധ്യത ഏറ്റെടുത്തിട്ടുണ്ട്. അതിലും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സംഭാവനകളെല്ലാം ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്യണം. ആ രീതിയിൽ ഭക്ഷണപ്പൊതി കൊടുത്ത് വിടണമെന്നാണ് ഈ വർഷം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനം എടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛനും അവിടുത്തെ അതിൻ്റെ വോളണ്ടറി കമ്മിറ്റിയുടെ ചെയർമാനാണ് നമ്മുടെ ഗീവർഗീസ് തോമസ് അച്ഛൻ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അത് സഹകരണവും നേരിട്ട് വന്ന് കൺവെൻഷൻ സംബന്ധിച്ച് അതിനെ പരിപോഷിപ്പിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ 161-ാം ഇടവ ദിനത്തിന് എന്നെക്കൂടെ ക്ഷണിക്കുകയും ഭദ്രാസനത്തെ റെപ്രസെൻ്റ് ചെയ്ത് ഇവിടെ വരുവാനും നിങ്ങളെ ഒന്ന് അഭിസംബോധന ചെയ്യുവാനും 2 വാക്ക് സംസാരിക്കുവാനും അവസരം നൽകിയതിലുള്ള നന്ദി ഇടവ ചുമതലക്കാരോടും അച്ഛനോടും എല്ലാവരോടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി.